ഇങ്ങനെയാണ് കബാബ്. ചെറുപ്പത്തിൽ അമ്മമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കലുണ്ടേനെ. ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വിൽക്കലുണ്ടേനെ അന്ന്. എനിക്ക് തോന്നുന്ന ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അമ്മ അത് ഉണ്ടാക്കാൻ പഠിച്ചത്. എന്നിട്ട് നന്നായി ഒന്ന് പറയണേ, ഉള്ളത് പറയാവോ? കുഞ്ഞല്ല ഇപ്പൊ വള്ളം ചാർന്ന് തിന്ന് അതെന്തൊരു പറച്ചിലാണോ തിന്ന് നോക്കാതെ. ഹായ്, കുറച്ച് ദിവസം ഇതിപ്പോൾ ഇൻട്രോ പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളറിയാത്തവർ ദൂരെ എവിടെയോ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വിളിച്ച് നമ്മളെ എന്താ പറയുക, വിഷമത്തിൽ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളറിയാത്ത അമ്മമാരുണ്ട്, ഒരുപാട് ചേച്ചിമാർ, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ആദ്യം തന്നെ താങ്ക്സ് പറയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു തിരക്കാണ്. എനിക്ക് പറയാനറിയില്ല എന്താണെന്ന് കേട്ടോ. കാരണം ഇവിടുന്ന് കടയിൽ ചെല്ലും, അവിടെ ചെന്നാലും നനയ്ക്കാൻ പോകണം, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പൈസയ്ക്കുള്ള ഓട്ടം, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓട്ടം, അതിൻ്റെ ഇടയിൽ പഞ്ചായത്തിലേക്ക് ഓട്ടം, പിന്നെ നമ്മളെ സ്ഥാപനത്തിൽ പൊല്യൂഷൻ കൂടരഞ്ഞിയിലുള്ള ആ സാറിൻ്റെ ഒരു ഓഫീസ് തിരുവമ്പാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊരു സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് ട്രെയിനിങ് ആണ് ഇപ്പോൾ. അപ്പോൾ ആ ചേച്ചി ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ അവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരാളുള്ളത് കൊണ്ട് എങ്ങനെയായാലും നമുക്ക് കഴിയില്ലല്ലോ, അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയേയില്ല എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി 4 ഭാഗത്തേക്ക് ഓട്ടം കൂടി ആയതുകൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് ഒന്നിനും കഴിയാത്തത് കേട്ടോ. എനിക്ക് തന്നെ അറിയില്ല, അത് തലയ്ക്ക് ഭ്രാന്താവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഇത്തിരി ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ കടയിൽ ചെന്നാലുള്ള സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ കുറച്ച് ദിവസമായി കുറേശ്ശെ പേറ്റി നന്നാക്കി വെച്ചു. ബാക്കിയുള്ള അരി ഇന്ന് രാവിലെ കാലത്ത് എണീറ്റിട്ട് പേറ്റി നന്നാക്കി കഴുകി അരി വെച്ചു, പുട്ടിനെ പൊടിപ്പിക്കാമെന്നൊക്കെ ഓർത്തിട്ട്. പിന്നെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ മുരിങ്ങയിലേൻ്റെ കറി, മുരിങ്ങയില വേഗം പോയി മുരിങ്ങയില കുറച്ച് കറി വെച്ച് ചോറായി ഒക്കെ ആയിട്ടോ. അപ്പോൾ അതൊന്നുമല്ല ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇടിപിടീന്ന് ഞങ്ങളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി കേടാ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ആ ഉണ്ണിയപ്പം ചെറുപ്പത്തിലുണ്ടാക്കിയ പോലെയാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തൊക്കെ തന്നെയാണ്. അന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇതാന്ന് പറഞ്ഞിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം കേട്ടോ. ശരി, ബായ്. അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെയായിരുന്നു. റവ ഉണ്ടായിരുന്നു, കുറച്ച് റവ എടുത്തു, അത് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അന്ന് പണ്ട് അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ റവ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പപ്പടം ഇട്ട് വെക്കും. പക്ഷേ എനിക്ക് പപ്പടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ റവ മാത്രം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഒരു ലേശം ഒന്ന് പൊതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചു എന്നുള്ളേ. അതിന് ശേഷം ഞാൻ അരി രാവിലെ ജോലിക്ക് പോരുന്നതിന് മുമ്പ് അരി വെള്ളത്തിലിട്ടിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ പൊതിർത്തി വെച്ച പച്ചരി ഉണ്ടായിരുന്നു, ഒരു കപ്പ്, ഒരു ചെറിയൊരു ബൗൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് അരച്ചു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരും നമ്മൾ അരച്ച് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവിനൊരു ഇതൊക്കെ പൊന്തി വരും, നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പം പക്ഷേ എനിക്കിങ്ങനെയാണെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അരി മിക്സിയിൽ അരച്ചു കേട്ടോ. എന്നിട്ട് കുറഞ്ഞ വെള്ളത്തിലായിരുന്നു ഞാൻ ശർക്കര ഉരുക്കിയെടുത്തത്. കുറഞ്ഞ വെള്ളത്തിൽ, ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ, അരച്ചെടുക്കുമ്പോൾ നമ്മൾ അതിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടാണല്ലോ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ലൂസ് ഉണ്ടാവും മാവിന് ഓൾറെഡി. അപ്പം ആ ഒരു ഇത് പിന്നെ അതായത് അതിൻ്റെ ഒരു വല്ലാതെ ലൂസാകാൻ പറ്റില്ലല്ലോ മാവ് ഉണ്ണിയപ്പത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. എന്നിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്തു, ശർക്കര നല്ലപോലെ ഉരുക്കി ഒഴിച്ചു. പിന്നെ പഴം ഇട്ടിട്ട് ഒരുപാട് നേരം അടിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പഴം ഒന്ന് കൈകൊണ്ട് ഞെമിണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞെമിണ്ടി എടുത്ത പഴം ഞാൻ എന്ത് ചെയ്തു, ഈ അരച്ച അരിയിലേക്ക് ഇട്ടു. അരവ് ഏകദേശം പാകമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാകമാവുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അരവ് നിർത്തണം കേട്ടോ, ഇല്ലെങ്കിൽ വീണ്ടും അരഞ്ഞു പോകും. അപ്പം അരച്ച മാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഏകദേശം പാകത്തിൽ നിൽക്കുന്ന അരവിലേക്ക് നമ്മൾ പഴവും ഇട്ടു, അതുപോലെ തന്നെ ശർക്കരയും ഉരുക്കി ഒഴിച്ചതിന് ശേഷം
നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. മധുരം ബാലൻസ് ചെയ്യാൻ എല്ലാവരും ഒരു നുള്ളുപ്പിടും, അതുപോലെ ഞാനും ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് ഇതാക്കാൻ നിന്നപ്പോൾ കുടുവിൻ്റെ കാല് കാണിച്ചു തന്നാണേ. എൻ്റെ മുട്ടും കാലൊക്കെ മുറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. വീണ് വണ്ടിയില്ലാത്ത സമയത്ത് ഇത് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോയാണ്. അപ്പോൾ തുടർന്ന് വീഡിയോ വേറെ എടുക്കാൻ എന്താ പറയുക പറ്റാത്തൊരു സാഹചര്യമായി. 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും തിരക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗാലറിയിലുള്ള വീഡിയോ ഞാനിത് എഡിറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾ ആ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഞാൻ തേങ്ങ വറുത്ത് സാധാരണ ഇടാറില്ല. ആദ്യക്കൂട്ടനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ തേങ്ങ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമായതുകൊണ്ട് ഉള്ളതുകൊണ്ട് തേങ്ങ വറുത്തിട്ടതാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ഒന്ന് അത്യാവശ്യം ഒരു പാകത്തിന് മൂപ്പായിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലാണെങ്കിൽ നെയ്യിൽ, വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ആകെ പച്ചരിയും റവയും പഴവും ശർക്കരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങയും വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മാവ് ഒരുപാട് നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി എന്ന് കാണുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കുഞ്ഞി തവി എടുക്കണം. വലിയ തവി എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുഴിയുടെ തവിയാണ്, അതാണ് കേട്ടോ ബെറ്റർ. അപ്പം എനിക്ക് കുഞ്ഞിത്തവി ഇതേ ഉള്ളൂ. അപ്പം ഞാൻ പരന്ന തവിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോരി വെച്ചു. പക്ഷേ കുറേ നാൾ കൂടിയിട്ടാണ് ചുടുന്നതെങ്കിൽ എനിക്ക് കിട്ടാതിരുന്നിരുന്നില്ല കേട്ടോ. എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചിട്ടോടാ കുറേ അതിൽ ഉണ്ണിയപ്പം ഈ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു കൊല്ലത്തിൻ്റെ ഒക്കെ മുകളിൽ ഉണ്ടാവില്ലേ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്. ഞാൻ ഈ ചട്ടിയിൽ ഇത് പിടിക്കുമായിരിക്കുന്നൊക്കെ വിചാരിച്ചു. ദിവസം അയച്ചിട്ട് കുറേ എന്നാലും ചെറിയൊരു പിടുത്തമുണ്ട് കേട്ടോ. ചൂടാതെ വെച്ചിട്ടേ എല്ലാത്തിലും ഒന്നുമില്ല, ചിലതിൽ ഇതൊക്കെ ആയി. കുത്തല്ലേ, കുത്തട്ടെ. ചിക്കൻ 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 ഇങ്ങനെയാണ് കബാബ്. ചെറുപ്പത്തിൽ അമ്മമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കലുണ്ടേനെ. ഉണ്ണിയപ്പവും നെയ്യപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വിൽക്കലുണ്ടേനെ അന്ന്. എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അമ്മ അത് ഉണ്ടാക്കാൻ പഠിച്ചത്. അന്ന് അമ്മ ഉണ്ടാക്കുമായിരുന്നു ഉണ്ണിയപ്പവും നെയ്യപ്പൊക്കെ. എന്നിട്ട് ഞങ്ങൾ പാക്കറ്റ് ആക്കിയിട്ട് വീടുകളിലൂടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഞാനും അമ്മമ്മയും നമ്മളെ താഴത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ആ കോളനി കൂടെ ഒക്കെ നമ്മളെ അതിലുള്ള എല്ലാ വീടുകളിലും കൊടുക്കലുണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കും, നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അച്ചപ്പല്ലേ, അച്ചപ്പത്തിൻ്റെ അച്ച് എന്നിട്ട് അച്ചപ്പവും ആ കൂടെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ആ ചെറുപ്പത്തിലാണ് ഉണ്ടാക്കാൻ അമ്മ പഠിച്ചത്. ഓ കൈ പിടിച്ചോ, ഇത് കൈ പിടിച്ചോ. ചിക്കൻ കബാബ് ഇല്ല, കൈ പൊള്ളരുത്. ഇത് ചൂടില്ല, ഞാൻ ഇത് ചൂടില്ല. ആദ്യം അമ്മ പറഞ്ഞു ചുട്ടു നോക്കിയതാ, നന്നായിട്ടാ. ഇത് പൊള്ളു ചൂടുണ്ട്. ഇത് പിടിച്ചേ കുഞ്ഞിത് പിടിച്ചേ. ആദ്യം കൂടെ കൈ കൊടുക്കും. ചിക്കൻ കബാബ് വേണോ? ചിക്കൻ കബാബ് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. സമാധാനം. ഇതൊന്ന് മെല്ലെ മേത്ത് പൊള്ളു. അങ്ങനെ എണ്ണ തെറിക്കും കുഞ്ഞ് വിചാരിച്ച പോലെ അല്ലത്. രസല്ലോ. ഇപ്പൊ തട്ടിത്തറിഞ്ഞ് വീണേനെ. ഓ അതെന്തൊരു പറച്ചിലാവോ, തിന്നു നോക്കാതെ. ഞാനത് നോക്കട്ടെ. എന്തിന് ഒരു കളഞ്ഞതാ. എല്ലാവർക്കും കൂടി ഒരു ഉണ്ണിയപ്പം ഇതാട്ടാ. താഴത്തെ പാത്രല്ലേ? താഴത്തെ എല്ലാം വഴുതുപോലെ കിട്ടണം. അടിപൊളിയാന്ന് ഫാദർ
ഓരോ തവി കേട്ടോ കോര്, എന്നിട്ട് ചിന്താതെ ഒഴിക്കണേ. ഒഴിക്കി അങ്ങോട്ട് ഒഴിക്കി. ആ ഇനി അടുത്ത കുഴിയിൽ ആ പാത്രം കൈ പിടിച്ചോ. ആ മതി. ഓ ആ ആ ആ ചേട്ടായി ഒഴിച്ച് എൻ്റെ കുട്ടിക്ക് അടുത്ത് ആദ്യക്കൂട്ടനെ ഒഴിക്കാം. ആ ആ ആ ആ മിടുക്കനാട്ടോ. അച്ഛക്ക് ഒന്നുകൂടെ കൊണ്ടുവല്ലേ. കൂട് കൊണ്ട് കൊടുക്കുക. ആ കൂട് കൊണ്ടുപോകൂടാ. ചൂടുണ്ട്. പരത്തി വയ്ക്കല്ലേ പിന്നെ കുഴിയിൽ വയ്ക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് കുറേ നാൾ കൂടി ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് പിടിക്കുമെന്ന് ഓർത്താതൊന്നും ഉണ്ടായില്ല. പിന്നെ മയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുറിച്ചിങ്ങനെ വീഡിയോൻ്റെ അടുത്ത് പിടിച്ച് മുറിച്ച് കാണിച്ച് തരേണ്ടതായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെ പിന്നെ അച്ഛനും മക്കളും കൂടി അപ്പോഴത്തേക്കും ചിലിമ്പിപ്പുളി ലേശം ഉണ്ടായിരുന്നു, അത് നന്നാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലിമ്പിപ്പുളി അച്ചാറിട്ടത് ചേട്ടൻ്റെ വക അച്ചാറായിരുന്നു. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി അന്നാണ് ചിലിമ്പിപ്പുളി അച്ചാറിട്ടത്. പക്ഷേ ഈ വീഡിയോ ഒന്നും ഇതുവരെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട് പണീൻ്റെ ആവശ്യത്തിന് പെട്ടെന്ന് ഇപ്പോൾ നമ്മളോട് അവർ പൈസ ചോദിക്കുമ്പോൾ പൈസ കണ്ടെത്താനുള്ള ഒരു ഓട്ടവും, അതിൻ്റെ ഇടയിൽ കൂടെ പഞ്ചായത്തിലേക്ക് പോകണം, അതിൻ്റെ ഇടയിൽ വീട് പണി നടക്കുന്നിടത്ത് നനയ്ക്കാൻ പോകണം. അങ്ങനെ എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ഒരു പുതിയ സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ സാറ് തിരുവമ്പാടിയിൽ ഒരു സ്ഥാപനം കൂടി തുടങ്ങുന്നുണ്ട് പൊല്യൂഷൻ്റെ. അപ്പോൾ അവിടേക്കൊരു സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ വേണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റൂലാത്തൊരു ഇതായിട്ട് ഇന്നും ചേച്ചി ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയതിന് ശേഷം അപ്പം അരച്ചുണ്ടാക്കിയ ഞാൻ ഇത്ര കാലം മുമ്പ് ചെറുപ്പത്തിൽ ഉണ്ടാക്കിയാണ്, കല്യാണം കഴിഞ്ഞാലും ഉണ്ടാക്കിയാണ്. ഇപ്പം ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇത് വന്ന പാടെ അരച്ചുണ്ടാക്കിയ കേട്ടോ. നമ്മൾ ഇതാക്കി വെച്ചിട്ടൊന്നുമില്ല, മധുരം കുറവായിരിക്കും. അല്ല അത് വെറുതെ പറയാ. പക്ഷെ എന്തൊക്കെയോ കുറവുള്ളതൊക്കെ പറയും. അത് ശരി, കൂടു തിന്നതാണ്, അച്ചമ്മയ്ക്ക് കൊണ്ടുവന്നതാണ് കൂടു. നോക്ക്, ചേച്ചിക്കും അതൊക്കെ ആദിശൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും കൊണ്ടുവന്നതല്ലേ. ഓക്കെ, ഓൻ പൊത്തി പിടിച്ച് നിൽക്കുക കൂടു. പൊന്തിച്ചിരിക്കാൻ സമ്മതിക്കൂല. അമ്മേ പാത്രത്തിൽ നോക്കോ, അങ്ങോട്ട് നോക്കി, ഓൻ്റെ കയ്യില. ആ കൊടുക്കൂ, ഞാച്ചു ചേച്ചിക്ക് കൊണ്ട് കൊടുക്ക്. അവൻ ആടുന്ന് തിന്നാണ്. അങ്ങനെ താഴത്തമ്മയ്ക്കും ഉണ്ണിയപ്പൊക്കെ കൊണ്ട് കൊടുത്തു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചിലിമ്പിപ്പുളി ഒക്കെ അവരിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.